അതെ ആ മെറൂണ് കറിയുള്ള മുണ്ട എവിടെയാണ്? അതായി അലമാര മടക്കി വെച്ചിട്ടുണ്ടല്ലോ. അലമാരയിലോ? അല്ലപ്പോ എവിടെ പോവാ? ഞാൻ പുറത്തുനിന്ന് പോണ ഒരാളെ കാണാനിരിക്കും. എന്തിനു? എന്തിനോ? എന്താ ആരെ കാണാൻ എന്തിനാന്നൊക്കെ എന്തിനാ നീ അറിയണത്? അല്ല ഇന്നും പണിക്ക് പോകുന്നില്ലേ? ആ പണി ശരിയാവില്ലാതെ അവരെന്താ അത് മരം നീർന്നു കൊടുത്തിട്ടില്ല. എങ്ങനെ പോയാലും 2 ദിവസം പിടിക്കും. ഇതന്നെയല്ലേ ഇപ്പൊ 2-3 ദിവസമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നേ. നിങ്ങളിപ്പോ എന്തിനാ പുറത്തു പോന്നേ? ഞാൻ ജോസൂട്ടിന്ന് കാണാൻ അതിന് വേണ്ടി പോകണം. വെറുതെ പുറത്തിറങ്ങാൻ വേണ്ടി ഓരോ കാരണം ഉണ്ടാക്കല്ലേ? നീ പോട്ടാ മുണ്ടെടുത്തായിരിക്കും. എന്റെ ദൈവം, ഒരു പണിക്കും പോകില്ല, പണിയെടുക്കാണ്ട് സമ്മതിച്ചില്ല. മുണ്ടെടുത്തു തരാം. മയൂത്രമായിട്ട് എന്താ പോകാൻ പരിപാടിയൊന്നുമില്ലേ? അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോൾ തന്നെ എണീറ്റ് ഓടിക്കോളും. ഇപ്പൊ പെരക്കാതെ കയറി അടയിരിക്കുകയാണ് പാടേക്ക ഒരു കാര്യം തീരുമാനിച്ചപ്പോ. ഗ്ലാസ് വെള്ളം കുടിക്കാൻ കിട്ടുമോ? അകത്തിരിപ്പുണ്ട്, എടുത്തു കുടിച്ചോളൂ. ഞാൻ പോയിട്ട്. വേണ്ട, വെള്ളം വേണ്ട. ഞാൻ എടുത്തിട്ട് വരണോ? വേണ്ട, വെള്ളം വേണ്ട. നീ തന്നെയല്ലേ ഈ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടണം. ഇനി എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാനും കൂടി എന്തിനാ നിന്നിട്ട് ബുദ്ധിമുട്ടിക്കണത്? തുടങ്ങി ചിന്ത. ഇത് നിന്നെ കെട്ടിയ കാലം തൊട്ടുണ്ട്, നിനക്ക് മനസ്സിലാണ്ടേ? ഇത്ര നാള് കണ്ടില്ലല്ലോ. ആ കാണാനായിട്ട് നീ എവിടെ? നീ രാവിലെ എണീറ്റ് പാർലറിലോട്ട് പോകും, രാത്രിയാകുമ്പോ വരും. പിന്നെ എനിക്കൊന്നും മിണ്ടാൻ പറയാനും കിട്ടണ്ടേ? പിന്നെ ഫുൾ ടൈം വീട്ടിലിരിക്കണ ഒരാള്. എന്തോ കാര്യമുണ്ടല്ലോ. കാശല്ലേ വേണം? ഒരു കാശ് കാര്യത്തിൽ വന്നേക്കണം. എടി, കാശിലും പണത്തിലും എന്തെന്നായിരിക്കണം? സ്നേഹമാണ് വേണ്ടത് ഭാര്യയും ഭർത്താവും തമ്മിൽ. കാശ് അല്ല. നീ ഇന്ന് പാർലറിൽ പോണല്ലേ? ഞാൻ ഇന്ന് പോകുന്നില്ല. അതെന്താണ്? ഇന്ന് അഡ്വാൻസ് ബുക്കിംഗ് ഒന്നുമില്ല. പിന്നെ ആരെങ്കിലും വന്നാൽ ഗായത്രി നോക്കിക്കോളും. അല്ല, ഗായത്രി അത് ഒറ്റക്ക് മാനേജ് ചെയ്യുമോ? പിന്നെ അവള് പുലിയല്ലേ. എടി, പാർലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറാണ്. അങ്ങനെ കണ്ണി കണ്ടവരെ ഏൽപ്പിച്ചിട്ടുണ്ട് പോന്ന ഒന്ന് കൈ പെശകിയാൽ മതി ചീത്തപ്പേരുണ്ടാകാൻ. പിന്നെ അത് പൂട്ടി പോകും. നിന്റെ ഈ ശ്രദ്ധക്കുറവ് ശരിയല്ല കേട്ടാ. എന്ത് പെശക് വരാൻ? അവളവിടെ എത്ര നാളായിട്ട് ജോലി ചെയ്യണതാ. അങ്ങനെയൊന്നും ഉണ്ടാവൂല. പിന്നെ ഞാൻ ഒരു ദിവസം പോയില്ല എന്ന് വെച്ചിട്ട് പാർലറിന് ഒന്നും സംഭവിക്കില്ല. എനിക്ക് വേണ്ടി ഒരു ദിവസമൊക്കെ റെസ്റ്റ്. അല്ല, അതല്ല, നീ ഇവിടെ ഉള്ളതല്ലേ എനിക്ക് സന്തോഷം. ഞാൻ പോകാൻ വേണ്ടിട്ട് പറഞ്ഞതല്ല. നമ്മുടെ അരിയാണല്ലോ, അത് നമ്മൾ നോക്കണ്ടേ? അതുകൊണ്ടാണ്. അപ്പൊ ഇന്ന് പോണില്ല. ഇന്ന് പോണില്ല.